بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയങ്കരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാണ്. വിശുദ്ധമായ റമളാനിന് മുന്നോടിയായിട്ട് അള്ളാഹു നമുക്ക് നൽകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് റജബ്, ശഅബാൻ മാസങ്ങൾ. വിശുദ്ധമായ റജബിന് മുമ്പ് നാം എല്ലാവരും റജബ് മാസത്തിന് വേണ്ടിയും ശഅബാൻ മാസത്തിന് വേണ്ടിയും ഒരുങ്ങണം. റജബ് മാസം സമാഗതമാകുമ്പോൾ ദുആകളുടെയും ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും മാസങ്ങളായി. വിശുദ്ധമായ റമളാൻ മാസം സമാഗതമാകുന്നതിന് മുമ്പ് റമളാൻ മാസത്തിനെ വരവേൽക്കാൻ, അതിനുവേണ്ടി തയ്യാറാകാൻ അള്ളാഹു നമുക്ക് നൽകുന്ന രണ്ട് മാസങ്ങളാണ് വിശുദ്ധമായ റജബും ശഅബാനും. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ദുആ നമ്മൾ ആരംഭിക്കുന്നത്. റജബ് ഒന്നാമത്തതിന്റെ രാവായാൽ നാം എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ആ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ അല്ലാഹ്. റമളാന് മുമ്പ് ആ റമളാൻ കിട്ടാതെ മരണപ്പെട്ടു പോയാൽ എത്രയോ നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റജബില് ദുആ അധികരിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു ശ്രേഷ്ഠമാക്കിയ, അല്ലാഹു ആദരിച്ച, അല്ലാഹു ബഹുമാനിച്ച, തെറ്റുകൾ ചെയ്താൽ അതിശക്തമായ ശിക്ഷകൾ ലഭിക്കുന്ന, നന്മകൾ ചെയ്താൽ 10 മടങ്ങ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായ മാസങ്ങളാണ് നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ആയുസ് വളരെ കുറവാണ് നമുക്ക്. നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആരോഗ്യവാന്മാർ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മണ്ണിന്റെ അടിയിലായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ അള്ളാഹു നൽകുന്ന അമൂല്യമായ ആയുസ് എന്ന ഈ സമയത്തിൽ, ആ ആയുസ്സിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഇത്തരം വിലപ്പെട്ട സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഈ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണമേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ഈ ദുആകൾ ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. വിശുദ്ധമായ റമളാനിൽ വിജയിക്കാൻ, വിശുദ്ധമായ റമളാനിൽ മനസ്സംതൃപ്തിയോടുകൂടി അമലുകൾ ചെയ്യാൻ, വിശുദ്ധമായ റമളാന്റെ പുണ്യങ്ങളായ സമയങ്ങളുടെ പ്രതിഫലങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനങ്ങൾ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കാൻ, ഏറ്റവും വലിയ സമ്മാനം 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ നേട്ടങ്ങൾ കരഗതമാക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, പരിശുദ്ധരാകേണ്ട കൽബും ശരീരവും ചിന്തകളുമെല്ലാം സർവ വൃത്തികേടുകളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, അനാശാസ്യങ്ങളിൽ നിന്നും, മുഴുവൻ അശ്ലീലതകളിൽ നിന്നും സംശുദ്ധമാക്കി കൽബിനെ സ്ഫുടം ചെയ്തെടുക്കാൻ അള്ളാഹു തരുന്ന മാസമാണ് വിശുദ്ധമായ റജബ്, വിശുദ്ധമായ ശഅബാൻ, അതിനുശേഷം വരുന്ന റമളാൻ. ഒരു പ്യൂരിഫിക്കേഷൻ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ ആദ്യമേ പറഞ്ഞു, ദുആകൾ നിങ്ങൾ അധികരിപ്പിക്കണേ. ചില സമയങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ദുആ ചെയ്യണമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹ്
ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി അസ്സ വജല്ല മിനദ് ദുആ. അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, റെസ്പെക്ട് ചെയ്യപ്പെടുന്ന അമലുകൾ ദുആകളെക്കാൾ മറ്റൊരു അമലില്ലെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഉറക്കെ പറയണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ അനിവാര്യമാണ്, അനിവാര്യമാണ്, അനിവാര്യമാണ്. നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല സമയങ്ങളും നല്ല നല്ല നേരങ്ങളും നല്ല നല്ല മാസങ്ങളും വരുമ്പോ അല്ലാഹുവിനോട് കൈനീട്ടി ദുആ ചെയ്യുക. ദുആ ചെയ്താൽ എന്താണ് അതിന് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾ? പല ആളുകളും പറയലുണ്ട്, സാധേ ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കുന്നില്ല, ഞാൻ ദുആ ചെയ്തിട്ട് എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നില്ല, ഞാൻ ദുആ ഒരുപാട് നാളായി ചെയ്യുന്നു, മക്കളില്ല, ഞാൻ ദുആ ഒരുപാട് നാളായി ചെയ്യുന്നു, കടങ്ങൾ മാറുന്നില്ല, ഞാൻ ദുആ ഒരുപാട് നാളായി ചെയ്യുന്നു, എന്റെ രോഗങ്ങളൊന്നും മാറുന്നില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, എന്താണ് അതിനുള്ള കാരണം? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഇന്നൽ അബ്ദ ലാ യുഖ്ദിഅഹു മിനദ് ദുആഇ ഇഹ്ദസ്സലാത്ത്. മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണേ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മൂന്നാലൊരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും ദുആ കൊണ്ട് നമുക്ക് ലഭ്യമാകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദുആയും പ്രപഞ്ചത്തിൽ വെറുതെയായി പോയിട്ടില്ല. ദുആ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ, ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ, ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചെയ്താൽ ഒരിക്കലും അല്ലാഹു അത് തള്ളുകയില്ല. നിനക്കത് ഖൈറാണെങ്കിൽ ഉടനടി മറുപടി അല്ലാഹു തരുന്നതാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ഇമ്മാ ദംബുൻ യുഗ്ഫറു ലഹു. ആ ദുആ കാരണം നിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നീ പാപിയാണെങ്കിൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, നിന്റെ ഓരോ പാപങ്ങളും പൊറുത്തുകൊണ്ടേയിരിക്കുന്നു. വഇമ്മാ ഖൈറുൻ യുഅജ്ജലു ലഹു. നിനക്കത് പെട്ടെന്ന് കിട്ടാൻ അനിവാര്യമായ വസ്തുവാണെങ്കിൽ അല്ലാഹു അത് ഉടനടി തരികയാ. വഇമ്മാ ഖൈറുൻ യുദ്ദഖിറു ലഹു. നിനക്ക് ഖൈറാണെങ്കിൽ പിന്നെയാണെങ്കിലും അല്ലാഹു അത് തയ്യാറാക്കി തരും, നിനക്ക് വേണ്ടി അല്ലാഹു അത് സമ്മാനമായി തരും. ദുആകൾ ചെയ്താൽ ഒരിക്കലും വൃഥാവിലാകില്ല. ഇനി ദുനിയാവിൽ നിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് അല്ലാഹു അതിന്റെ പ്രതിഫലം തരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഒരേ സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല നല്ല മാസങ്ങളും നല്ല നല്ല സമയങ്ങളും കടന്നു വരുമ്പോ ദുആ ഉൾപ്പെടുത്തണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയേ, അവരോട് പറയുക, ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ പ്രാർത്ഥന ചെയ്യാത്തിടത്തോളം കാലം, പ്രാർത്ഥന നിങ്ങൾക്കില്ലാത്തിടത്തോളം കാലം അല്ലാഹു ഒരിക്കലും നിങ്ങളെ പരിഗണിക്കില്ല എന്നവരോട് പറയുക നബിയേ. വെള്ളിയാഴ്ചയായാലും ഒന്ന് ദുആ ചെയ്യൂല, തഹജ്ജുദിന് ഒന്ന് എഴുന്നേക്കൂല, സുബഹിയുടെ ശേഷമുള്ള ളുഹാ ഒന്ന് നിസ്കരിക്കൂല, ഒരു സുന്നത്ത് നിസ്കാരങ്ങളോ ദുആകളോ ഇല്ലാതെ എനിക്ക് കടമാണ്, വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ്, നൊമ്പരങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്തിനർത്ഥം? എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? രോഗമാണ്, ഒരുപാട് ഡോക്ടർമാരെടുത്ത് പോയി, ഒരുപാട് ആശുപത്രികളിൽ പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, അല്ലാ രോഗം മാറുന്നില്ലല്ലോ. ഒരിക്കൽ പോലും നീ കൈനീട്ടി നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ, അല്ലാ എന്റെ രോഗം നീ മാറ്റണേ അല്ലാ? പറഞ്ഞിട്ടില്ലല്ലോ.
പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് സക്രാത്തിന്റെ വേളയിൽ വേദന മൂർച്ഛിക്കുമ്പോ ഒരു രക്ഷയുമില്ലാതിരിക്കുമ്പോഴല്ല മനുഷ്യ പടച്ചവനിലേക്ക് കൈ ഉയർത്തേണ്ടത്. നിനക്ക് ആരോഗ്യങ്ങളും ആഫിയത്തും സമാധാനവും സന്തോഷവും ഉള്ളപ്പോ ചെറിയൊരു പ്രയാസം വരുന്നതിന് മുമ്പേ തന്നെ അള്ളാഹിനോട് കൈനീട്ടല്ലാ, എന്റെ രോഗം നീ മാറ്റണേ അല്ലാ, എന്റെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ, എന്റെ പ്രതിസന്ധികൾ നീ അകറ്റണേ അല്ലാ എന്നൊന്ന് ദുആ ചെയ്. ഒരിക്കലും അല്ലാഹു തള്ളൂല. ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് തഹജ്ജുദിന്റെ സമയങ്ങളിലൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, മഹാനായ ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് തുടങ്ങിയ ഇമാമിങ്ങൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അയ്യതറസ്സദ ലിദുആഇഹിൽ ഔഖാതു ശരീഫ, ചില നല്ല നല്ല സമയങ്ങൾ നിങ്ങൾ ദുആയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കണേ. അറഫാ ദിവസം പോലെ വർഷത്തിലെ ഒരു ദിവസമാണ് അറഫാ ദിവസം. ആ ദിവസം ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അതുപോലെ റമളാൻ മാസത്തിലെ ദുആ, റമളാന് മുന്നോടിയായിട്ടുള്ള ശഅബാൻ, റജബ്, അതുപോലുള്ള ശ്രേഷ്ഠമായ മാസങ്ങളിലുള്ള ദുആകൾ ദുആക്ക് ഇജാബത്തുള്ളതാണ്. നിങ്ങൾ തള്ളിക്കളയരുത്. യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തെ ദുആയും ഇജാബത്തുള്ളതാണ്. ദുആ ചെയ്യുക. അതുപോലെ തന്നെ അത്താഴ സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത്, രാത്രിയുടെ തഹജ്ജുദിന്റെ നേരങ്ങൾ, മഗ്രിബിന് മുമ്പുള്ള സമയങ്ങൾ, ആ സമയങ്ങളിലൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയം നമ്മൾ ഭൗതിക ചർച്ചയില്ല. ആ സമയങ്ങൾ ഒന്നുകിൽ മതിമറന്ന് രസത്തോടുകൂടി കിടന്നുറങ്ങും, അതല്ലെങ്കിൽ നമ്മൾ ദുനിയാവിന്റെ സംസാരത്തിലാണ്, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഫോണിന്റെ അടിമകളായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരങ്ങളാണ്. സഹോദരങ്ങളെ, മാരക രോഗം വന്നൊന്ന് സ്ക്രോൾ ചെയ്യാൻ പോലും പറ്റാതെ കിടന്ന കിടപ്പിലാകുമ്പോ അല്ലാ, ആ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് ഖേദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സഹോദരങ്ങളെ, പരാതികളും പരിഭവങ്ങളും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നല്ല സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആയുസ് അല്ലാഹു തന്നിട്ടുണ്ട്. ഇന്ന് ഈ സമയം, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ എത്ര പേരാണോ ഇത് കേൾക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത്, നല്ല അറിവാണ്, നല്ല ഇൽമാണ്, അത് കേട്ട് ജീവിതത്തിലൊന്ന് പകർത്താൻ നമ്മൾ തയ്യാറാവണം. നല്ല മാസങ്ങൾ, നല്ല സമയങ്ങൾ, നല്ല നേരങ്ങൾ അല്ലാഹ് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യൻസിലുല്ലാഹു തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയാ, ഒന്നാം ആകാശത്തിന്റെ മുകളിലേക്ക് അല്ലാഹു ഇറങ്ങി വരുന്നതാണ്. ഹത്താ യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീരി, രാത്രിയുടെ അവസാനത്തെ 1/3 കഴിയുമ്പോ ഫയഖൂലു അസ്സ വജൽ, ശ്രദ്ധിച്ചു കേൾക്ക് സഹോദരങ്ങളെ, നല്ല നല്ല നേരങ്ങൾ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ചോദിക്കുന്നു അത്രേ, മയ്യദുഊനി, ആരാണ് ദുആ ചെയ്യാനുള്ളത്? ഫഅസ്തജീബു ലഹു, അവന് ഞാൻ മറുപടി തരുന്നതാ. മയ്യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഫഉഅതിയഹു, അവന് ഞാൻ നൽകുന്നതാ. മയ്യസ്തഗ്ഫിറു ലി, ആരാണ് എന്നോട് പാപപ്പൊറുക്കൽ തേടുന്നത്? ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പൊറുത്തു നൽകാം. ഇതാരാ പറയുന്നത്? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. റബ്ബാണ് ഇത് പറയുന്നത്, അല്ലാഹുവാണ് ഇത് പറയുന്നത്. ചോദിക്കാനാ പറയുന്നത്, ദുആ ചെയ്യാനാണ് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ,
ഗൗരവത്തോടുകൂടി വന്നെടുക്ക്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മാരക രോഗങ്ങൾ ബാധിച്ചവരില്ലേ, ക്യാൻസർ പേഷ്യൻസ് നമ്മളിലില്ലേ, അല്ലാ നീ ശിഫയാക്കണേ, അല്ലാ നീ ശിഫയാക്കണേ, അല്ലാ. ആരോഗ്യത്തോടുകൂടി നടന്ന ചെറുപ്പക്കാരൻ, നല്ല ശബ്ദഗാംഭീര്യമുള്ള ആരോഗ്യമുള്ള യുവാവ് സ്ട്രോക്ക് വന്നിട്ട് സുബ്ഹാനല്ലാഹ് കിടക്കുകയാണ്. പടച്ചവനെ നീ ശിഫയാക്കണേ, അല്ലാ നീ ശിഫയാക്കണേ, അല്ലാ. നല്ലവണ്ണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആള്, നല്ല ആരോഗ്യമുണ്ടായിരുന്ന ആള്, അറ്റാക്ക് വന്ന് റബ്ബേ കിടപ്പാണ്, പെട്ടെന്നായിരുന്നു. നീ ശിഫയാക്കണേ, അല്ലാ നീ ശിഫയാക്കണേ, അല്ലാ. എന്തെല്ലാം രോഗങ്ങളാണ് നമ്മുടെ മുന്നിലെന്നറിയോ? മാരക രോഗങ്ങളാണ്, മാറാ രോഗങ്ങളാണ്. മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ട് മാറുന്നില്ല. സഹോദരങ്ങളെ മാറ്റാൻ ഒരുവനെ കഴിയുകയുള്ളൂ, അത് റബ്ബാണ്, റബ്ബാണ്, റബ്ബാണ്. അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യ്, അള്ളാഹു മാറ്റിത്തരും. ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ഖുശൂഓടെ, ഖുളൂഓടെ, ഭയപ്പാടോടെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കണ്ണുനീര് വാർത്തുകൊണ്ട് അല്ലാ എന്ന് വിളിച്ചുകൊണ്ടൊന്ന് ദുആ ചെയ്യ്. റബ്ബ് നമ്മളെ തള്ളൂല. ആര് തള്ളിയാലും അല്ലാഹു നമ്മളെ തള്ളൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ ധാരാളം രോഗികളുണ്ട് റബ്ബേ. പടച്ചവനെ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ. മാരകമായ രോഗങ്ങൾ ബാധിച്ചു പോയവരാണ് റബ്ബേ ഒട്ടുമിക്ക ആളുകളും. എല്ലാ രോഗങ്ങളും നിന്റെ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ ഫളല് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ ശിഫയാക്കി തരണേ, അല്ലാ നീ ശിഫയാക്കി തരണേ, അല്ലാ. നിത്യമായി മരുന്ന് കഴിക്കുന്നവരാണ് റബ്ബേ ഞങ്ങളിൽ പലരും. എല്ലാ രോഗങ്ങളും ശിഫയാക്കി മരുന്നില്ലാത്ത ആരോഗ്യത്തോടെ ജീവിക്കുന്ന അവസ്ഥ നീ നൽകണേ, അല്ലാ അവസ്ഥ നീ നൽകണേ, അല്ലാ. പല ആളുകളും ഇന്നും ആശുപത്രിയുടെ വരാന്തകളിൽ കിടന്ന് പടച്ചവനെ പിടയുകയാണ്. ചികിത്സിക്കാൻ പോലും പൈസയില്ലാതെ. എത്രയോ വീഡിയോകളിൽ എന്നെ സഹായിക്കണേ, വേറെ ഒരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന എത്രയെത്ര പാവങ്ങളാണ്. അവരെയൊക്കെ നീ സഹായിക്കണേ റബ്ബേ. അങ്ങനൊരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരരുതേ, അല്ലാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ സഹോദരങ്ങളെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവോട് നീ ദുആ ചെയ്യ്, അല്ലാഹുവോട് നീ ദുആ ചെയ്യ്. വഅൻതും മുഖിനൂന ബിൽ ഇജാബ, മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടി നീ ദുആ ചെയ്യ്. എനിക്ക് എന്റെ അല്ലാഹ് മറുപടി തരും. എന്റെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും കൂട്ടുകുടുംബങ്ങളൊന്നും ചിലപ്പോ വിളിച്ചാൽ അവർക്ക് മറുപടി തരാൻ കഴിയില്ല. വിളിച്ചാൽ മറുപടി തരാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ അല്ലാഹ്. എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസത്തോടെ, എന്ന ഉറപ്പോടെ, താഴ്മയോടെ, എന്റെ അല്ലാഹ് ഞാൻ നിന്റെ അടിമയാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വിതുമ്പിയാൽ റബ്ബ് നമ്മളെ തള്ളൂല്ല. സർവ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാ. വഅൻതും മുഖിനൂന ബിൽ ഇജാബ. കൊടുംപാപിയാണെങ്കിലും, കൊടും തെറ്റുകാരനാണെങ്കിലും, കൊടും കുറ്റവാളിയാണെങ്കിലും മനുഷ്യരെ നമ്മുടെ തെറ്റുകളെക്കാൾ വലിപ്പമാണ് അല്ലാഹുവിന്റെ ഔദാര്യം എന്ന കരുണയുടെ വിശാല ലോകം. അതിൽ നിന്ന് അല്ലാഹു നമുക്ക് തരാൻ തയ്യാറാണെന്ന് ചോദിക്കണം നമ്മൾ. ചോദിക്കാതെ എത്രയെത്ര അനുഗ്രഹങ്ങൾ തന്ന അല്ലാഹ് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളെ കൈവിടുമോ? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഇത് കേട്ടിട്ട് കണ്ണുനീര് വാർത്തു പോകുന്നവരുണ്ട്. രോഗമാണ് ഉസ്താദ്, ദുആ ചെയ്യണമെന്ന് കമന്റ് ബോക്സുകളിലും
ഫോം വിളിച്ചും പറയുന്ന എത്രയെത്ര പാവങ്ങളാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വരാൻ പോകുന്ന ശഅബാന്റെ പുണ്യം കൊണ്ട്, ശുദ്ധമായ റമദാന്റെ ഹക്ക് കൊണ്ട് അല്ലാ 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 എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. കടങ്ങളേറിയവർ ധാരാളമുണ്ട്, കടക്കണിയിൽ കുടുങ്ങിയവരുണ്ട്, മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കരയുന്നവരുണ്ട്. നീ ആഫിയത്തും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഇടയിൽ വീടില്ലാത്തവരുണ്ട്, സുന്ദരമായ ശോഭനമായ ഭവനങ്ങളെ നീ നൽകണേ റബ്ബേ. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായി കിടക്കാൻ പെരയില്ലാതെ വാടക വീടുകളിൽ കിടന്നു ഓടുന്നവരുണ്ട്, സ്വന്തമായ ഭവനം നീ നൽകണേ അല്ലാ. അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളെ കൂട്ടത്തിലുള്ള കുടുംബക്കാർ, കാരണവന്മാർ, ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയോ പേരൊന്ന് മണ്ണിന്റെ അടിയിലാണ്. ആ മണ്ണറകളെല്ലാം നീ മണിയറയാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എല്ലാ ഖൈറിനും ഇതൊക്കെ സജ്ജീകരിക്കുന്ന പാവങ്ങളായ സഹോദരങ്ങള്, പ്രിയപ്പെട്ട കൂട്ടുകാര്, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. കേട്ടവർ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് അതിൽ പങ്കാളികളായി ദുആയിൽ പങ്കെടുത്ത് നമ്മൾ പരസ്പരം ദുആ ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അങ്ങനെ പരസ്പരം ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.